കണ്ണൂരിലെ സാമൂഹ്യ സാംസ്കാരിക കൂട്ടായ്മ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ സ്നേഹദിനം എന്നുള്ള ഗ്രൂപ്പിൻ്റെ ലേഡീസ് വിങ്ങാണ് പിരിശക്കൂട്ടം. നമ്മുടെ ഓരോ മന്തിയും അതിന് ഓരോ പ്രോഗ്രാമായി നമ്മൾ കൊണ്ടുപോകാറുണ്ട്. ഈ ഓർമ്മക്കൂട്ടം പ്രോഗ്രാമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പഴയ കാലത്തേക്ക് തിരിച്ചു പോക്ക്. പഴയ കാലം നമ്മൾ നടത്തിയ ഗെയിമായ കൊത്തം കല്ല്, കക്കളി, അങ്ങനെ പല ഗെയിമുകളും പണ്ട് കളിച്ചു മറന്ന പല ഗെയിമുകൾ തിരിച്ചു പോക്കാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ കൂടുതൽ കളിക്കാനും ചിരിക്കാനും ഒത്തുകൂടാനുള്ള ഒരു അവസരം കൂടിയാണ് നമ്മുടെ ഈ ഗ്രൂപ്പ്. നമ്മൾ ആ പഴയ കാലത്തെ ഓർമ്മയിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മളിപ്പോൾ 7ാം ക്ലാസ് വിദ്യാർത്ഥികളാണ്, അല്ലാണ്ട് മുതിർന്ന ആളാണെന്ന് നമുക്കത് തോന്നുന്നില്ല. ആ ഇതിലാണ് നമ്മുടെ ഓട്ടവും ചാട്ടവും കളികളായിട്ട് അങ്ങനെ നമ്മൾ ഇങ്ങനെ പോകുന്നത്. അത് നമ്മളൊരു ഒത്തുകൂടലിന് നമ്മുടെ മനസ്സിനും നമ്മുടെ അടുക്കളയിൽ നിന്ന് മാത്രം കഴിയുന്ന വിവാഹം പെണ്ണുങ്ങൾ മാത്രമെന്നുള്ളേ. അപ്പം നമ്മുടെ ആ ഇത് നമ്മുടെ ഇത് വിഷമങ്ങളെല്ലാം നമ്മളിങ്ങനെ ഒത്തുകൂടുമ്പോൾ നമ്മളെ പഴയ കുട്ടികളായിട്ട് ഇടുന്ന ആട്ടവും പാട്ടവും കളിയും എല്ലായിട്ട് അങ്ങനെ പോകുന്നു. അപ്പോൾ ഇത് 8 വർഷമായി നമ്മുടെ ഈ ഗ്രൂപ്പ് ഇങ്ങനെ ഓരോ മാസം ഓരോ പരിപാടി ഗ്രൂപ്പ് നമ്മൾ ടൂറായിട്ടും അങ്ങനെയെല്ലാം നമ്മളെ എത്രത്തോളം എൻജോയ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം എൻജോയ് ചെയ്തിട്ട് അങ്ങനെ പോകുന്നു. പിന്നെ 60-70 വയസ്സ് മുതൽ താഴെ ഒരു 18 വയസ്സ് വരെയുള്ള ആൾ നമ്മുടെ ഈ ഗ്രൂപ്പിലുണ്ട്. എല്ലാവരും ഇപ്പോൾ അപ്പോൾ ഈ ലാസ്റ്റ് ഏറ്റവും പ്രായം കുറവായിരിക്കാം അവരാന്ന് നമ്മൾ എല്ലാവരും കണ്ടുവരുന്നത്. ഇപ്പോൾ ഏറ്റവും പ്രായം ചെന്ന കുട്ടി എങ്ങനെ കളിക്കുന്നു അതുപോലെ നമ്മൾ മുതിർന്ന ആളും കളിക്കാൻ നോക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ആ പഴയയിലേക്കാണ് പോകുന്നത്, പുതുതായിട്ടില്ല. നമ്മൾ വയസ്സായെന്ന് ചിന്തില്ല, നമ്മൾ ഉപ്പൂമ്മയും ഉമ്മാമയും എല്ലാന്ന്, പക്ഷെ നമുക്കായ തോന്നലേ ഇല്ല. ഒരു സ്നേഹതീരത്താണിവർ. ഇവരെ ഇങ്ങനെ പഴമയുടെ ഓർമ്മക്കൂട്ടത്തിലേക്ക് കൊണ്ടുപോയത് കണ്ണൂർ സ്നേഹതീരം വാട്സപ്പ് കൂട്ടായ്മയിലെ വനിതാ വിഭാഗമായ പിരിശക്കൂട്ടമാണ്. കൊത്തൻകല്ലും കക്കും കളിച്ച് അവർ എന്നോ ഓർമ്മയിലാണ്ടുപോയ ആ പഴയ പിരിശത്തെ തിരിച്ചു പിടിച്ചു. പഴയകാല നാടൻ പാട്ടുകളും ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലത്തെ സിനിമാ ഗാനങ്ങളും കൈമുട്ടിപ്പാട്ടുകളുമൊക്കെയായാണ് പിരിശക്കൂട്ടം ഒരു ദിവസം ആഘോഷിച്ചത്. ആഘോഷം തുടങ്ങിയപ്പോഴാണ് ശ്രീനിവാസന്റെ നിര്യാണ വാർത്ത എത്തുന്നത്. തുടർന്ന് 1 മിനിറ്റ് നേരത്തെ മൗനാചരണം. കഴിഞ്ഞ 8.5 വർഷത്തിലധികമായി കണ്ണൂരിലെ സാമൂഹ്യ സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് സജീവമാണ് കണ്ണൂർ സ്നേഹതീരം. അവരുടെ വനിതാ കൂട്ടായ്മയായ പിരിശക്കൂട്ടമാണ് വനിതകൾക്ക് മാത്രമായി ശനിയാഴ്ച ഒരു ദിനം മാറ്റിവെച്ചത്. അഡ്മിന്മാരായ തനൂജ ഹാറൂൺ, ഫൗസിയ ഉസ്മാൻ, മൊഹ്സിന ഫൈസൽ എന്നിവർ നേതൃത്വം നൽകി. കണ്ണൂർ സ്നേഹതീരം ചീഫ് അഡ്മിൻ മുഹമ്മദ് യൂനുസ്, അഡ്മിന്മാരായ ജാസിം റഹ്മാൻ, ജുനൈദ്, വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളായ KVT ഹാഷിം, ഷബീർ അഹമ്മദ്, മഷ്ഹൂഖ് കക്കാട് എന്നിവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.